ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രിയപ്പെട്ട ചങ്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചങ്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് പരപ്പനങ്ങാടി പാലത്തിങ്ങലുള്ള ന്യൂ കട്ട് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. സഞ്ചാരികൾ ഒരുപാട് പേര് വന്ന് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ ഒന്ന് കണ്ടാലോ? ഇത് റെഡിയല്ലേ? റെഡിയാണെങ്കിൽ എൻ്റെ കൂടെ പോര്, നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ കാണാൻ നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ ചങ്കളെ, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ റെഡിയായിട്ട് കൂടെ ഒക്കെ വന്നോളി. പാലത്തിങ്ങൾ റോഡിനോട് വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും. കീരനല്ലൂർ ന്യൂ കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ വണ്ടി നിർത്തേണ്ടി വരും. അവിടെ നിന്ന് പിന്നെ ഉണ്ട് നടക്കേണ്ടി വരും. നമുക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളൊരു കാഴ്ച ഇത് കണ്ടില്ലേ? ഒരു സ്ഥലത്തേക്ക് നമ്മളെ പോകുമ്പോൾ നമ്മളെ കുപ്പി, നമ്മളെ ഭക്ഷണം കഴിച്ച വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടുക. അതൊന്നും നല്ല ശീലമല്ല. നമ്മൾ പ്രകൃതിയുടെ മനോഹാരിത കണ്ട് ആസ്വദിക്കാൻ വന്നവരല്ലേ. പ്രകൃതി ഇങ്ങനെ നശിപ്പിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മളെ കുപ്പിയും കാര്യങ്ങളൊക്കെ വേറെ അതിൻ്റേതായ സ്ഥലത്ത് നമുക്ക് ഒഴിവാക്കിയാൽ പോരെ. എന്തായാലും നമ്മൾ സ്ഥലങ്ങൾ കാണാം. കീരനല്ലൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരെങ്കിലും ഇതിന് മാലിദ്വീപ് എന്നൊരു വലിയ പേരുണ്ട് കേട്ടോ. പിന്നെ ന്യൂ കട്ട്, അവിടുത്തെ ജനങ്ങളിട്ട പേരാണ് ന്യൂ കട്ട് എന്നുള്ളത്. അതിന് ചരിത്രം നമുക്ക് പിന്നെ പറയാം. ഓക്കെ, 1969-70 കാലഘട്ടത്തിൽ ഇവിടുത്തെ മനുഷ്യന്മാർ ആൾക്കാരുണ്ടാക്കിയ ഒരു പുഴയെന്നാണ് ഇത് പറയുന്നത്. മഴക്കാലത്ത് കടലുണ്ടി പുഴ കര കവിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിൽ 100-ൽ പരം ആൾക്കാർ കൈക്കോട്ടും വിക്കാസേറ്റൊക്കെ ഉണ്ടാക്കിയതാണല്ലോ ഈ പുഴ. അന്നത്തെ കാലത്ത് ആൾക്കാരൊരു ആരോഗ്യമൊക്കെ എന്തല്ലേ, ആശാദ. ഇന്ന് നമുക്കിത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ലോജിക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ JCBയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇവിടെ പാറ അങ്ങനത്തെ കുറേ സംഭവം കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും അന്നവർ ചെയ്തതിൻ്റെ നമുക്കിവിടെ നിന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ടല്ലേ, സുന്ദരല്ലേ. ഇന്നൊക്കെ ആർക്കെങ്കിലും പറ്റും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ, ഉണ്ടാക്കാനൊക്കെ. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ നല്ല ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കണം. കാരണം ഒന്ന് നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പം പിന്നെ ബാക്കി പറയണ്ടല്ലോ. ഇവിടേക്ക് ഈ ഒഴിവ് സമയങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം നേരത്തെ കുറച്ച് ആൾക്കാർ നമ്മളെ കമ്പനിക്കാരൊക്കെ അടിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ. ഈ നല്ല കാറ്റും അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടറിയുന്നതാണ്. മാസ്മരികം ഇത് കണ്ടില്ലേ? നല്ല ചുവന്ന പാറക്കെട്ട് പോലത്തെ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അന്നത്തെ കാലത്ത് വെട്ടിയുണ്ടാക്കുക എന്ന് പറയുമ്പോൾ സംഭവം തന്നെയാണ്. ഇവിടെ നേരത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വരുന്നുണ്ട്. അതുപോലെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടും ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്ന് പറയുന്നത്. അതിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ടെന്ന് ഇവിടെ വന്നവർക്ക് ഇതൊന്നും മനസ്സിലാവുള്ളൂ. സംഭവം പൊളി സെറ്റ് തന്നെയാണ്. നമ്മളെ ക്യാമറ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത പലതും ഇവിടെ ഉണ്ട്. ഇതിൽ ഈ പാലം പടുത്തുണ്ടാക്കിയതെന്ന് പറഞ്ഞു. അതിൻ്റെ മുന്നൊക്കെ 2 സൈഡിലും മുളകും ഓലൊക്കെ വെച്ചിട്ട് അതിലും മണ്ണ് നിറച്ചിട്ട് അങ്ങോട്ടും കൊണ്ട് പാസിങ് ചെയ്യായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ മാറിയിപ്പം കോൺക്രീറ്റിൻ്റെ സ്ലാബെല്ലാം ആക്കിക്കണം.
ഏതാ കാഴ്ചല്ലേ ആ വെള്ളത്തിൻ്റെ നേരെ നോക്കി സെറ്റ് കൊള്ളി. ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും അറിയാത്തവരുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ വരണ കേട്ടോ. കാരണം നമ്മളൊരു കൂട്ടുകാരന് ഇവിടെ നിന്നാണ് പാലത്തെങ്കിൽ നിന്നാണ് പെണ്ണിട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതാണ് ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന്. ഇങ്ങനെ മനസ്സ് നിർമ്മിച്ചാണ് കുറേ ആൾക്കാർ കൂടി നിർമ്മിച്ചതാണ്. കൈക്കോട്ടും മിക്കാസിയായിട്ടൊക്കെ അന്ന് ഉപയോഗിച്ച് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ കാണാനൊരു പൂതി വന്നപ്പം നമ്മൾ ഇറങ്ങിപ്പോന്നാട്ട. ഇവിടെ വന്നപ്പം പൊളി, ഒരു രക്ഷയില്ല. മലപ്പുറം ജില്ലയിൽ നമ്മളടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇതേപോലെ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നാലും ഈ സ്ഥലം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളി. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരില്ല. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ മഴ കൂടുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ച കാണാൻ നല്ല അടിപൊളിയാണ്. ഇറങ്ങാതിരിക്കുക ഏറ്റവും ബെറ്റർ. പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. ഡ്രസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് സെറ്റാക്കാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പരപ്പനങ്ങാടി ഭാഗത്തുള്ളവരൊക്കെ ഏകദേശം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളവരോ. പക്ഷെ തിരൂർ താന്നൂർ ഭാഗത്തുള്ളവർ അധികം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ അങ്ങനെയാണ്. പക്ഷെ എന്തായാലും വന്നോളിയും കണ്ടോളിയും സെറ്റാണ്. അന്ധകാലത്ത് മനുഷ്യന്മാരെ നിർമ്മിച്ചിട്ട് ഇന്നകാലത്ത് നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ ഇപ്പം കുറച്ച് ദിവസം മഴ ഇല്ലാത്തതിൻ്റെ വല്ലാണ്ട് വെള്ളം അല്ലാണ്ടില്ല. പക്ഷെ ഇപ്പം ഇനി മഴ ഉണ്ട് കൂടിക്കഴിഞ്ഞാൽ നല്ല വെള്ളമാവും, നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും വൈകുന്നേരം നേരത്ത് ഇങ്ങോട്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് എന്തായാലും സെറ്റ് കാഴ്ചകളുണ്ടാവും ഇവിടെ ഉള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സ്ഥലത്തെ കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? തൽക്കാലം നമ്മൾ ഇവിടെ ചെല്ലും കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.